ദൈവത്തിൻ്റെ അതിവിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 35 ദിവസങ്ങൾ നാം കടക്കുകയാണല്ലോ. ഇന്നത്തെ ചിന്താ വിഷയമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് ശരീരമാകുന്ന വിത്ത് എന്നതാണ്. അതിനായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 15 അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വലതിൻ്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിന് വേണ്ടിയുള്ള ഒരു വിത്തായി കണക്കാക്കുക. നമ്മൾ കേട്ട വേദഭാഗം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു വിത്ത് പോലെയാണെന്ന് നമുക്കറിയാൻ സാധിക്കും. ഒരു വിത്ത് മണ്ണിൽ പാകുമ്പോൾ അത് ആദ്യമേ ചീഞ്ഞു പോകുന്നു, പിന്നെ അതിൽ നിന്നൊരു പുതിയ ജീവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അതുപോലെയാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ വചനം നമ്മിൽ പ്രവർത്തിക്കുന്നത്. 3 ചിന്തകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 1. ശരീരം ദൈവത്തിന് സമർപ്പിക്കേണ്ട വിത്താണ്. നമ്മുടെ ശരീരം ദൈവം നൽകിയൊരു വലിയ വരദാനമാണ്. അതിനെ അവിടുത്തെ മൗത്വത്തിനായി ഉപയോഗിക്കണം. ശരീരം നന്മയുടെ വിത്തായി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വിശുദ്ധിയുടെയും സത്യത്തിൻ്റെയും വലിയ ഫലങ്ങൾ ഉണ്ടാകുന്നു. 2. വിതയ്ക്കുന്നവന് മാത്രമേ വിളവ് കിട്ടുകയുള്ളൂ. ഒരു കർഷകൻ തനിക്ക് ലഭിക്കുന്ന വിളവിനെ ആശ്രയിച്ച് നല്ല വിത്ത് പരത്തുന്നു, അതിനായി കഠിനാധ്വാനം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ വിത്തുകൾ വിതയ്ക്കുമ്പോൾ ദൈവം അതിൻ്റെ പ്രതിഫലം നമുക്ക് ഉറപ്പായി നൽകും. നമ്മുടെ ദർശനങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി നടപ്പാക്കേണ്ടതാണ്. 3. മരണത്തിന് ശേഷം മഹിമയോടെ ഉയർത്തെഴുന്നേൽക്കൽ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മുടെ ശരീരം ഒരു നശ്വര വിത്ത് പോലെയാണ്, എന്നാൽ ദൈവം നമ്മെ മഹിമയോടെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കും. അതിനാൽ ഈ നശ്വര ജീവിതം നാം വിശ്വസ്തരായി ജീവിക്കണം. അതുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ ഒരു ദൈവിക വിത്തായി കണക്കാക്കി അതിനെ വിശുദ്ധിയോടെയും സ്നേഹത്തോടെയും ഉപയോഗിക്കണം. നാം പരത്തുന്ന ഓരോ നല്ല പ്രവൃത്തിയും നമ്മിൽ നിന്ന് ഉയരുന്ന ഓരോ ദൈവവചനവും നിത്യജീവിതത്തിൽ വിളവായി മാറാൻ ഇടവാക്കണം. നമ്മുടെ ജീവിതം ഒരു വിത്ത് തന്നെയാണ്. അതിനെ സ്നേഹത്തോടെയും വിശ്വസ്തയോടെയും നട്ടുവളർത്തുമ്പോൾ ദൈവരാജ്യത്തിൽ അതിൻ്റെ മഹിമയുള്ള ഫലം നാം കാണും. ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് സമർപ്പിച്ച് ഒരു നല്ല വിത്തായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.